എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. എല്ലാവർക്കും അവിട്ടം ദിന ആശംസകൾ. ഓണത്തിൻ്റെ സ്പെഷ്യൽ വിഭവങ്ങൾ തന്നെയാണ് ഉപ്പേരിയും കളിയടക്കയും. ഇന്ന് നമ്മൾ അതാണ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് ഉപ്പേരി തയ്യാറാക്കാം. അതിനായി 2 പച്ച നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞ് ഒന്ന് കഴുകിയെടുത്തു. ഇനി നമുക്ക് ഇതുപോലെ കനം കുറച്ച് വട്ടത്തിൽ മുറിച്ചെടുക്കും. ഇനി നമ്മൾ ചെറിയൊരു ബൗളിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇത് നമ്മളത് വറുക്കുമ്പോൾ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നല്ല ചൂടായതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന നേന്ത്രക്കായയുടെ പീസുകൾ ഇതുപോലെ അതിലേക്ക് ഇടാം. ഇപ്പോൾ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കാം. ചെറിയ തീയിലിട്ട് നമുക്കിതുപോലെ വറുക്കാം. ഈ സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെയുള്ള വെള്ളം ഒരു 2 ടീസ്പൂൺ ഇതിലേക്ക് ഒഴിക്കാം. അതിനൊരു കളർ കിട്ടാനും പിന്നെ അതിൽ കുറച്ച് ഉപ്പ് പിടിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡിയായി. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന നേന്ത്രക്കായ എല്ലാം തന്നെ നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡിയായി. ഇനി നമുക്ക് കളിയടക്ക ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് 2 കപ്പ് അരിപ്പൊടി എടുക്കാം. നമ്മൾ ഇടിയപ്പം, പത്തിരി ഇതൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണിത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതിനൊരു കൂട്ട് തയ്യാറാക്കണം. അതിനായി 1 കപ്പ് നാളികേരം എടുത്തു, 6 ചെറിയുള്ളി എടുത്തു, 1/2 ടീസ്പൂൺ ജീരകം എടുത്തു. ഇനി ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം ഇതുപോലെ. ഇനി ഈ ചതച്ചത് നമ്മുടെ അരിപ്പൊടിയിലേക്ക് നമുക്ക് ഇടാം. ഇത് കൈകൊണ്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം തിളച്ച വെള്ളം നമുക്ക് കുറച്ചൊഴിക്കാം. എന്നിട്ടിതൊന്ന് ഒരു ചട്ടുകം കൊണ്ട് നമുക്കിങ്ങനെ യോജിപ്പിക്കാം. അതിനുശേഷം നന്നായി ഇതുപോലെ കുഴച്ചെടുക്കണം. ഇനി ഇതിൽ നിന്നും ചെറിയ ബോൾസായിട്ട് നമുക്ക് എടുക്കണം മാവ്. ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുക്കാം. എല്ലാം തന്നെ ചെറിയ ബോൾസാക്കി. ഇനി ഇത് തിളച്ച എണ്ണയിലേക്ക് വേണം നമുക്ക് ഇടാൻ. തിളച്ച എണ്ണയിലേക്ക് ഇടാം. ഈ സമയത്ത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇനിയൊരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം സിമ്മിലാക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് വറുത്തെടുക്കാം. റെഡിയായി. നമ്മളെ കളിയടക്കയും റെഡിയായി. ഹൈ ഫ്ലെയിമിലിട്ട് വറുക്കുന്നതിൻ്റെ ഗുണം ഇത് പൊട്ടിപ്പോകുകയില്ല, പെട്ടെന്ന് പൊട്ടാതെ കിട്ടും. ഇപ്പോൾ നമ്മുടെ കളിയടക്കയെല്ലാം നമ്മൾ റെഡിയാക്കിയെടുത്തു. അപ്പോൾ ഓണത്തിൻ്റെ സ്പെഷ്യലായ കളിയടക്കയും ഉപ്പേരിയും നമ്മൾ റെഡിയാക്കി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടമാകും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.